മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. പണിപ്പുര പോയിന്റുകൾക്ക് വേണ്ടിയുള്ള അവസാനത്തെ ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 2050 പോയിന്റുകളാണ് എല്ലാവരും കൂടി നേടിയിരിക്കുന്നത്. ഈ പോയിന്റുകൾ ഉപയോഗിച്ച് 5 പേർക്കാണ് പണിപ്പുരയിൽ കയറാൻ സാധിക്കുന്നത്. എന്നാൽ മുൻപത്തെ ടാസ്കുകളിൽ നിന്നും 3 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പണിപ്പുരയിലേക്ക് കയറാൻ വേണ്ടിയുള്ള ബാക്കി 2 പേരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഗെയിമാണ് ഇപ്പോൾ നടക്കുന്നത്. ഭൂമി കയ്യേറ്റം എന്ന ഒരു ടാസ്ക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പ്രോമോയിൽ കണ്ടതുപോലെ തന്നെ ഒരു ഫിസിക്കൽ ടാസ്ക്കാണ് ഇത് വരുന്നത്. ഗാർഡൻ ഏരിയയിലായി ഒരു മഡ്പിറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടീം എയ്ക്കും ടീം ബിക്കും 200 ഫ്ലാഗുകൾ വീതം നൽകിയിരിക്കും. ടീം എയ്ക്ക് യെല്ലോ ഫ്ലാഗും ടീം ബിക്ക് പിങ്ക് ഫ്ലാഗുമായിരിക്കും നൽകിയിരിക്കുന്നത്. ഇവർക്ക് ടാസ്കിനായി നൽകിയിരിക്കുന്നത് 15 മിനിറ്റാണ്. ഈ 15 മിനിറ്റിന് ശേഷം മഡ്പിറ്റിൽ എത്ര ഫ്ലാഗുകളുണ്ടോ ഏറ്റവും കൂടുതൽ ഫ്ലാഗുകളുള്ള ടീമായിരിക്കും വിജയിക്കുക. ആ ടീമിൽ നിന്നും 2 പേർക്കായിരിക്കും. എന്തായാലും 2 ടീമുകളും നല്ലതുപോലെ തന്നെ പരിശ്രമിച്ചു. ഫിസിക്കൽ ടാസ്ക് ആയതുകൊണ്ട് ചെറിയ ഉന്തും തള്ളൊക്കെ ആദ്യമേ ഉണ്ടായിരുന്നെങ്കിലും ബിഗ് ബോസ് ഇടപെടുകയും 1 മിനിറ്റ് ഇവർക്ക് റെസ്റ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഫിസിക്കലി വീക്കായിരിക്കുകയാണ്. പലർക്കും, എനിക്ക് തോന്നുന്നു മിക്കവർക്കും തന്നെ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അവസാനം എന്തായാലും ഫ്ലാഗുകൾ എണ്ണിയപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്ലാഗുകൾ ഉള്ളത് ടീം ബിക്കാണ്. അതായത് പിങ്ക് ഫ്ലാഗ് ഉള്ളവർക്ക്. അവർക്ക് 159 ഫ്ലാഗ്സ് ആണുള്ളത്. ടീം എ, അതായത് യെല്ലോ ഫ്ലാഗ് ഉള്ളവർക്ക് 138 ഫ്ലാഗ്സ് ആണ് ഉള്ളത്. അങ്ങനെ എന്തായാലും 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ടീം ബി ആണ്. ടീം ബിയിൽ നിന്നും അനീഷും നെവീനുമാണ് പണിപ്പുര ടാസ്കിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ ടാസ്കിൽ നിന്നും തിരഞ്ഞെടുത്ത ജിസൈൽ, ബിന്നി, ഒനിൽ, പിന്നെ ഈ ഭൂമി കയ്യേറ്റം എന്ന ടാസ്കിലൂടെ തിരഞ്ഞെടുത്ത അനീഷ്, നെവിൻ, ഇവർ 5 പേരുമായിരിക്കും നാളെ പണിപ്പുര ടാസ്കിൽ ഇവർക്ക് വേണ്ടി പങ്കെടുക്കാൻ പോകുന്നത്. ഈ ടാസ്കിൽ എടുത്തു പറയേണ്ടത് ടീം എയിലെ ജിസൈൽ ആൻഡ് നൂറ 2 പേരുടെയും ഗെയിമായിരുന്നു. 2 പേരും നല്ലതുപോലെ തന്നെ പരിശ്രമിച്ചു. കാരണം ഫ്ലാഗ് കുത്തിവെക്കുക എന്ന് മാത്രമല്ല, ഫ്ലാഗ് സംരക്ഷിക്കുകയും കൂടി വേണം. കാരണം എതിർ ടീമിന് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഈ ഗെയിമിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നൂറയും ജിസയിലും അവസാനം വരെ ആ 15 മിനിറ്റും അവരുടെ ഫ്ലാഗ് സംരക്ഷിക്കാൻ അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടീം ബി നോക്കുകയാണെങ്കിൽ നെവീൻ്റെ ബുദ്ധി എടുത്തു പറയേണ്ടതാണ്. നെവീൻ ആദ്യം തന്നെ കുറച്ച് ഫ്ലാഗ് എടുത്ത് മണ്ണിൽ കുഴിച്ചിട്ടിരുന്നു. അതിനുശേഷം കയ്യിൽ 1-2 ഫ്ലാഗുകൾ മാത്രമാണ് പിടിച്ചത്. അതുകൊണ്ട് തന്നെ എതിർ ടീം വന്ന് നെവീൻ്റെ കയ്യിലുള്ള ഫ്ലാഗുകളാണ് നശിപ്പിച്ച് കളഞ്ഞത്. അതുകൊണ്ട് തന്നെ നെവീൻ്റെ ബുദ്ധി കൊണ്ടാണ് ടീം ബി കൂടുതലും ജയിച്ചത്. പിന്നെ ടീം എയിലുള്ളത് 3 ബോയ്സ് മാത്രമാണ്. ഷാനവാസ്, ഒനീൽ, ശരത്. അതിൽ ഷാനവാസ് കുറച്ച് ഫിസിക്കലി വീക്കാണ്. അതുപോലെ തന്നെയാണ് ശരത്തിനും അത്രയ്ക്ക് ശക്തിയില്ല. പിന്നെ ഒനീൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ടീം ബിയെ സംബന്ധിച്ചിടത്തോളം അവിടെ അക്ബർ, അഭിലാഷ്, നെവീൻ, ആര്യൻ, അനീഷ് ഇത്രയും ബോയ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ടീം ഫിസിക്കലി കുറച്ചും കൂടി സ്ട്രോങ് ആയിരുന്നു. അതും ടീം ബി ജയിക്കുന്നതിന് വലിയൊരു ഘടകമായിട്ടുണ്ട്. എന്തായാലും 3 ടാസ്കുകളിൽ 2 ടാസ്കുകളും ടീം എയും 1 ടാസ്ക് ടീം ബിയും ജയിച്ചിരിക്കുകയാണ്. കൂടുതൽ ലൈവ് വിശേഷങ്ങളുമായി വീണ്ടും വരാം.